ഗോത്ര പൈതൃക ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ഓൾറൈറ്റ്, നമ്മൾ വന്ന വഴിയാണിത്. ഇവിടെ ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു പോകാനും ഈ ജീപ്പുകളാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് എന്നൂരിൻ്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യണം. ഓൾറെഡി സെക്യൂരിറ്റിയും ഒക്കെ ആയിട്ട് ഇവിടെ ആളുണ്ട്. ടിക്കറ്റ് വേണോ? എങ്ങനെയുണ്ട്, ആളുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ? ഓപ്പൺ ആയിട്ട് എന്നാലും അത്യാവശ്യം കയറി തുടങ്ങിയിട്ടുണ്ടല്ലേ? റെഡിയാവും അല്ലേ? ശരി, ആയിക്കോട്ടെ, ശരി. അപ്പോൾ ടിക്കറ്റ് നമുക്ക് ഇവിടെ കാണിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീപ്പിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കാണിക്കണം. ഇത് മിസ്സാക്കരുത്. മിസ്സാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാലിറ്റീസ് നിങ്ങൾ നോക്കേണ്ടി വരും. ഇതങ്ങനെ കാഴ്ചകൾ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കാഴ്ചകളാണ്. മലനിരകളുടെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു എന്നൂരിൻ്റെ പൈതൃക ഗ്രാമത്തിലേക്ക് നമ്മളെത്തി. അത് റിയലി വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ഫീലും ഒരു കാഴ്ചകളും കാഴ്ചകൾ മാത്രമല്ല, നമുക്ക് പ്രകൃതി നമുക്ക് തരുന്ന ആ ഒരു കുളിർമയുണ്ടല്ലോ, ഒരു സുഖമുണ്ടല്ലോ, ആ ഒരു ക്ലൈമറ്റ്, ശുദ്ധമായ വായു, കണ്ണിന് ആശ്വാസമേകുന്ന കാഴ്ചകൾ, ആ ഒരു ടോപ്പ് ആംഗിളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വിസിബിലിറ്റി ഒരു നാടിൻ്റെ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ആസ്വദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കോഷൻ ബോർഡുകളുണ്ട്. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സ്ഥലം എന്നൂർ എന്ന് പറയുന്നത് വയനാടിൻ്റെ പൈതൃക ഗ്രാമത്തിൻ്റെ ഒരു മോഡലാണ്. അതുകൊണ്ട് തന്നെ ഇവിടം നിങ്ങളുടെ വരും തലമുറകളുടേതാണ്. സുന്ദരമായി നിലനിർത്താൻ സഹായിക്കുമല്ലോ. നമുക്ക് പിന്നാലെ വരുന്നവർക്കായി ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം. മാലിന്യം വലിച്ചെറിയരുത്. ഇൻ കേസ് നിങ്ങളത് ചെയ്താൽ 5000 റുപ്പീസാണ് പിഴ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത്തരം റോങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ പോകരുത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് മീൻസ് നമ്മളെ ഡയറക്ഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എൻട്രി വേ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. ഈ ഭാഗത്തേക്കാണ് എൻട്രി. അതുപോലെ തന്നെ ആർട്ട് ഏരിയ ഉണ്ട് അങ്ങോട്ടേക്ക്. നേരെ ഈ റോഡ് മുകളിലേക്ക് പോയാൽ ഓഫീസാണ്. കംഫർട്ട് സ്റ്റേഷൻ, അതായത് ശുചിമുറി, റെസ്റ്റ് റൂം എന്ന് പറയുന്നത് അങ്ങോട്ട് കയറിയത് അങ്ങോട്ട് പോകണം. ദെൻ ട്രൈബൽ കഫറ്റേരിയ, അതും ആ ഭാഗത്തേക്കാണ്. ട്രൈബൽ കഫറ്റേരിയയിൽ നമുക്ക് ട്രൈബ്സിൻ്റെ, ഇവിടുത്തെ വൈവിധ്യമായ വയനാടിൻ്റെ ട്രൈബ്സിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. എന്നൂരിൻ്റെ പ്രവേശന കവാടം കഴിഞ്ഞ് എന്നൂർ പൈതൃക ഗ്രാമത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുണ്ടായി. എന്നോടല്ല, ഇതിന് മുൻപുള്ള ഗ്രാമത്തിൻ്റെ ഈ വീഡിയോ കാണിച്ച ആളുകളോട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ആൻസർ ഞാൻ ഇതിനകത്ത് തരാം. കീപ് വാച്ചിങ്. കിച്ചു, എന്താ അത് കിച്ചു? എന്തോ ഒരു ഇതാ അതൊരു സിംബോളിക്കായിട്ട് വെച്ചിരിക്കുകയാണ്. അതിരിക്കുന്നൊരു മനുഷ്യനാണ്. ഓക്കെ, അദ്ദേഹം പണിയൊക്കെ എടുത്ത് വളരെ സമാധാനമായിട്ട് പുള്ളി റെസ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് ആ സാധനം. നോ കം ഡൗൺ. ഒരു രക്ഷയില്ല കേട്ടോ. വ്യൂ എന്ന് പറയുന്നത്, നമ്മൾ കയറി വരുന്ന ഭാഗമൊക്കെ വളരെ വൃത്തിയായിട്ട് നീറ്റായിട്ട് ടൈലിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് വരാം. ഈ സ്റ്റെപ്പൊക്കെ എടുത്തിരിക്കുന്നുണ്ടോ, ഇതൊക്കെ വെട്ടുകൽ ഉപയോഗിച്ചിട്ടാണ്. നാച്ചുറൽ സ്റ്റോൺസ് ആണ് ഇത്. ഇത് നമ്മൾ കയറി വരുമ്പോൾ ഉള്ള ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റാണ്. അസാധ്യ വ്യൂ എന്ന് പറഞ്ഞാൽ അസാധ്യ വ്യൂ. അതാണ് ആ റോഡ്, കോഴിക്കോട് നിന്ന് വരുന്ന റോഡ്. മലനിരകളൊക്കെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിൽ ഇതങ്ങനെ നിൽക്കുകയാണ്. ഓഹോ, കണ്ടാലും മതി വരാത്ത ആ ഒരു കാഴ്ച. നമ്മൾ ഒരു 300 രൂപ കൊടുത്തിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സൊക്കെ ഉണ്ടല്ലോ, തലേന്ന് അങ്ങനെ കിളി പാറുന്ന പോലെ പോവും. അമ്മാതിരി വ്യൂവും അതുപോലുള്ള ക്ലൈമറ്റും അതുപോലുള്ള ഫീലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ അത് ആസ്വദിക്കണം. വയനാടിൻ്റെ ആ ഒരു ഭംഗി, വയനാട് കയറി വരുമ്പോൾ ഉള്ള വയനാടിൻ്റെ കാഴ്ചകളും ഭംഗിയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തെടുക്കാൻ സാധിക്കും. താഴെ കാണുന്നതാണ് വൈത്തിരി, പിന്നെ ലക്കിടി, ആ താഴ്വാരങ്ങളൊക്കെ അതാണ്. അവിടെ നിന്ന് എത്രയോ ഹൈറ്റിലേക്കാട്ടോ നമ്മൾ കയറി വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കാറ്റ് വീശുന്നുണ്ട്. ഉച്ച കഴിഞ്ഞാൽ മഴയ്ക്കുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കാഴ്ചകൾ കണ്ട് പോവാം. കിച്ചു കിട്ടോ? മടുത്തോ? ഇല്ല, ഇനി അങ്ങോട്ട് കുറേ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്നാക്സും ടീയൊക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്.
കുറച്ച് കഴിഞ്ഞ് വരാം, നമ്മൾ താഴെ നിന്ന് കഴിച്ചാലേ ഉള്ളൂ. അതുപോലെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് വെള്ളം കുടിക്കാൻ ഇവിടെ വാട്ടർ ഡോക്ടർ എന്ന് പറയുന്ന ഒരു വാട്ടർ ഫിൽറ്റർ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ വഴിയാണ് പോകേണ്ടേ തോന്നുന്നു. നമ്മളങ്ങനെ കയറി പോവുകയാണ്. ഈ രണ്ട് ഭാഗവും മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണാണോ ഇത് സിമെൻ്റ് ആട്ടോ. പക്ഷേ ഇത് ഒരു പൈതൃക ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കരുത് ഇത് ആളുകൾ താമസിക്കുന്ന അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമല്ല. അതിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. വയനാടിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഡെമോ. പക്ഷെ താഴെയൊക്കെ ആ ഒരു നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇപ്പോൾ ആകിയിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ, വളരെ രസകരമായ ക്ലൈമറ്റ്. ക്യാമറ കട്ട് ചെയ്യാൻ തോന്നില്ല, അതിനുള്ളൊരു ഫീല് വരുന്നില്ല. നമ്മളിതെങ്ങനെ ചുറ്റിക്കണ്ടാലും ഇപ്പം ഞാൻ പറയുന്നില്ല, ഞാൻ എങ്ങനെയാണോ ഈ വ്യൂ കാണുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ആ ഒരു ഫീല് എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ, ഞാൻ കാണുന്ന ആ ഒരു ഫീൽ, ഞാൻ അനുഭവിക്കുന്ന ഒരു ഫീൽ അത് നിങ്ങൾക്കും കൂടെ തരാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മുടെ വീഡിയോ ഒക്കെ സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളത് കാണുക, അതിൻ്റെ ആ ഒരു ഭംഗിയുള്ള വ്യൂസ്. എന്നൂർ പൈതൃക ഗ്രാമം, വയനാട്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് നടന്നത് അത്ര എത്തി. ഇനി അങ്ങോട്ടേക്ക് കുറേ പോകാനുണ്ട്. ഒന്ന് തിരിച്ചു അത് അത്രയും നമുക്ക് കയറി പോകാനുണ്ട്. കയറും തോറും അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് സാധിക്കുന്നില്ല. അത്രത്തോളം വാക്കുകൾക്ക് അപ്പുറമാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ എന്നൂർ കണ്ട സമയത്ത് പല ആളുകളും ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇതെന്താണ്? ഇപ്പം ഞാൻ പറഞ്ഞു ഇത് മണ്ണ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, സിമെൻ്റാണ്. പക്ഷേ മണ്ണിൻ്റെ ഒരു ഫീൽ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത് ആളുകൾ ചോദിച്ചു, എന്നൂരിലുള്ള പല സ്ഥലങ്ങളും ടൈലിട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ കയറി വന്ന ഭാഗമൊക്കെ സിമെൻറ്റിൻ്റെ ടൈലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയാണോ ഗോത്ര മീൻസ് ആ മേഖലയിലുള്ള ആളുകൾ അവരുടെ വീടുകളൊക്കെ അങ്ങനെ ടൈലിട്ടിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ലോജിക്കലി തിങ്ക് ചെയ്യുക, ഇതെന്ന് പറയുന്നത് അവർ താമസിക്കുന്ന ഒരു സ്ഥലമല്ല, അതിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവരുടെ വീടുകൾ എങ്ങനെയാണ്, അവരുടെ അവരുടെ ഒന്നിച്ച് വസിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അതിൻ്റെ മതിലുകൾ അവരെങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ വീടുകളുടെ മേൽക്കൂര എങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്റ്റൈല്, അത് അവരെങ്ങനെയാണ് ആ ഒരു ഗ്രാമം അവർ കീപ്പപ്പ് ചെയ്തത്, ഇതൊക്കെ കാണിക്കുന്ന ഒരു ഡെമോ മാത്രമാണ്. അപ്പം നമുക്ക് ആ ഒരു ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് കാണുക, അല്ലാതെ ലോജിക്കിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കല്ലേ. സോ ദിസ് ഈസ് ഡെമോ ആണ്. അപ്പം അതൊരു വലിയൊരു പോയിൻ്റാണ്. നമുക്കിനി ഇങ്ങനെ കയറിപ്പോകണം, അങ്ങോട്ടേക്കും എങ്ങനെയും കയറിപ്പോവാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ പോവാം. ഞാൻ ഇപ്പോഴും പറയുന്നു, വയനാട് ടൂറിസം ആരംഭിച്ചു. നിങ്ങൾ ഇനിയും വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ 2000 പേർക്ക് മാത്രമേ ഇവിടെ റെസ്ട്രിക്ഷൻ ഉള്ളൂ, കയറാൻ പറ്റുള്ളൂ, അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾക്ക് ഗുഡ് ടൈമാണ്, ഈ ഓണത്തിൻ്റെ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക, വന്ന് ഈ സാധനം എക്സ്പ്ലോർ ചെയ്യുക. കയറ്റം കയറി അറൗണ്ട് മുകളിലെത്തി. ഇവിടെയും താഴെ കണ്ട പോലുള്ള ഒരു ചെറിയൊരു സ്റ്റാച്യു ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നത് ഇവിടെ എഴുതി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. ഇവിടെ വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, എന്താണ് ഇതിൻ്റെ ക്രിയേറ്റർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ സിംബോളിക് ആയിട്ടുള്ള വ്യൂ ആണ്. അതിൽ നിന്നും അതിലൂടെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ഗ്രാമത്തിൻ്റെയും നാടിൻ്റെയും വയനാടിൻ്റെയും ഭംഗി എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. കയറി വരുമ്പം ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമുണ്ട്, അതും വളരെ ഭംഗിയായിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അമ്മമാർക്ക് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് കുട്ടികൾക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫീഡിങ് ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്, വെൽ ഡൺ. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെയുള്ള ഗോത്ര സമൂഹത്തിൻ്റെ അവർ ചെയ്തിരുന്ന ജോലികൾ, അതുപോലെ തന്നെ അവരുടെ കലാരൂപങ്ങൾ, അവരുടെ വീടിൻ്റെ മോഡൽ, അവർ വളർത്തിയിരുന്ന മൃഗങ്ങളും പക്ഷികളും, അതുപോലെ തന്നെ അവരുടെ ആ സ്ഥലത്തുണ്ടായിരുന്ന മരങ്ങൾ, മലകൾ,
ഇത് ചങ്ങല മരമാണ്. അതിൻ്റെ മുന്നിൽ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ വയനാടിൻ്റെ പൈതൃകപരമായിട്ടുള്ള ഇവിടുത്തെ ആദിവാസി സമൂഹത്തിൻ്റെ, അതുപോലെ തന്നെ വയനാടിൻ്റെ ഹെറിഡിക്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടത് ഒരു ഒരു പ്രതീകാത്മകമായിട്ട് അവർ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ ചുമരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പഴയ കാലത്ത് അവരെങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു പിക്ചർ വരച്ചു വെച്ചിരിക്കുകയാണ്. അല്ലാതെ അത് ഫോട്ടോ എടുത്തിട്ടല്ല, അത് വരച്ചതാണ്. എന്തായാലും വളരെ അതിമനോഹരമായിരിക്കുന്ന അതിൻ്റെ കളർ ടോണും ആ ഒരു അതിനകത്ത് കാണിച്ചിരിക്കുന്ന ചെറിയ ചെറിയ എല്ലാം മൈക്രോ ആയിട്ട് നോക്കിയാൽ പോലും വളരെ ഭംഗിയായിട്ട് അവർ ചിത്രീകരിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് അരിയിടിക്കുന്നതാണ്, അതുപോലെ മീൻ പിടിക്കുന്ന കാര്യങ്ങളാണ് ആ കാണിച്ചിരിക്കുന്നത്. പുഴയിൽ നിന്നാണ് അവർ ഇങ്ങനെയൊക്കെയാണ് അവർ മീൻ പിടിക്കുന്നത്. അതിനുപയോഗിച്ചിരിക്കുന്ന വലയാണ്, വലയല്ല, പണ്ട് മുറം പോലത്തെ ഒരു സാധനമാണ് അവർ യൂസ് ചെയ്യുന്നത്, മുള കൊണ്ടുണ്ടാക്കിയത്. അതുപോലെ തന്നെ കാട്ടിൽ വേട്ടയാടി വന്ന് മൃഗങ്ങളെ തൂക്കിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവം. അവരുടെ കൂടെ വേട്ടനായ്ക്കൾ എപ്പോഴും ഉണ്ടാവും. കാരണം ഇവരുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഡോഗ്സ് എന്ന് പറയുന്നത്. അതുണ്ട്. പിന്നെ അവരുടെ കുടിലുകളുടെ മോഡൽ വളരെ ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലോങ് നിന്ന് നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് വ്യൂ. ഇത് ഒരു ഫലകമാണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ എണ്ണൂർ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് പൂക്കോട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഫേസ്, അതിൻ്റെ ഫസ്റ്റ് ഫേസാണ് താഴെ കണ്ട്, ഇത് സെക്കൻഡ് ഫേസ്. അത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ മിനിസ്റ്ററാണ്, മുഹമ്മദ് റിയാസ്, അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രസൻസ് രാഹുൽ ഗാന്ധി അടക്കമുള്ള വയനാടിൻ്റെ MLA ടി സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ, KK ഇവരൊക്കെ വയനാട്ടുകാരാണ്. അപ്പോൾ എന്തായാലും ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു ഫലകം, അതിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് നിങ്ങളെ വായിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഈ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ച് നേരം വന്ന് ഇരുന്ന്, ഇനിയിപ്പോൾ ധ്യാനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ധ്യാനിച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ ഒന്ന് കുളിർമയാക്കി കൊണ്ടുപോകാം. ഒരിക്കൽ കൂടെ ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്താണ് മലകൾ. ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാ കയ്യെത്തും ദൂരത്താണ് നമ്മുടെ മലനിരകൾ, താഴെ നിന്ന് കണ്ട മലനിരകൾ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എണ്ണൂരിൻ്റെ മുകളിൽ നിന്ന് വരുമ്പം പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വൈത്തിരിയും അതുപോലെ ലക്കിടിയൊക്കെ കാണാം. അതിൻ്റെ പുറകിലൊക്കെ ആയിട്ട് അകമ്പടി സേവിച്ചുകൊണ്ട് മലനിരകൾ. അതുപോലെ തന്നെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന വയനാടിൻ്റെ സ്വന്തം, ഞങ്ങളുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായ, അതേപോലെ പേടി സ്വപ്നമായ നമ്മുടെ ചെമ്പ്ര പീക്ക്. അത് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, പേടിയൊന്നുമില്ല, ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലല്ലേ. ദൈവം മീൻസ് നമ്മുടെ ഫെയ്റ്റ്, നമ്മുടെ വിധിയുടെ കയ്യിലല്ലേ. ഓക്കെ, എന്താ എണ്ണൂരിൽ കുറേ ബോഡി ഗാർഡ്സ് ഉണ്ട്. അവന്മാരിങ്ങനെ നോക്കുകയാണ്. ഇവിടെ വരുന്ന ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റാണ്, 2 കോമ്പിനേഷനാണ്. ഇതാ ഇത് വൈറ്റ്. ഞാൻ ക്യാമറ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ നോക്കുക എന്താ നടക്കുന്നതെന്ന്. ഇവരൊക്കെ കണ്ട് പരിചിതമായിട്ടുണ്ട് ഇതെല്ലാം. കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ബോർഡിൽ. അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്, നല്ല രസമുള്ള ക്ലൈമറ്റ്. മഴയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോഴാണ് ഞാൻ മുകളിലേക്ക് കയറിയത്. പക്ഷെ മുകളിലെത്തിയപ്പോൾ നല്ല ചെറിയ മഴയും അത്യാവശ്യം ചെറിയ മഞ്ഞും ഒക്കെ ആയിട്ട് കണ്ട നല്ല മഴയത്താണ് ഞാൻ നിൽക്കുന്നത്. മഴയൊക്കെ നനഞ്ഞ് ഇതൊക്കെ എടുക്കുന്ന ഫീൽ നിങ്ങൾ കാണുമ്പം എനിക്ക് കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ദാറ്റ് സംതിങ് റൈറ്റ്. ഇവിടെ മുകളിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ പ്രായമായ ആളുകൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവിടെ ഉള്ളത്. അത് ഇവിടുത്തെ മാത്രം സർവീസാണ്. അത് പുറമേ നിന്ന് നമുക്ക് പ്രൈവറ്റ് വെഹിക്കിൾസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. മഴയും വെയിലും കുറുക്കൻ്റെ കല്യാണം എന്ന് പറയുന്ന പോലെ ഉള്ള ഒരു ക്ലൈമറ്റാണ്. നിങ്ങൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരാം. കാരണം നമ്മൾ കുറേ കണ്ട് മടുത്ത ആ ഫ്രെയിമൊക്കെ മാറ്റിയിട്ട് നമ്മളെ കാണുന്ന, നമ്മളുടെ കല്യാണം കഴിഞ്ഞുള്ള മുഹൂർത്തം കാണുന്ന ആളുകൾക്കൊക്കെ വളരെ കുളിർമയുള്ള കുറച്ച് വ്യൂസ് കൊടുക്കാൻ വേണ്ടി ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫറുമായിട്ട് നിങ്ങളുടെ ആ ഒരു പെയറുമായിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എണ്ണൂരിലേക്ക് പോരാം. ഞാൻ പറയാറില്ലേ, നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാ പുറകിലുള്ള ഈ മലകളും മരങ്ങളും കാഴ്ചകളും പിന്നെ ഇതാ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയൊക്കെയാണ്. ഇതൊക്കെ തരുന്ന ഒരു ആനന്ദവും സുഖമൊന്നും നമുക്ക് ജീവിതത്തിൽ വേറെ ഒന്നിനും കിട്ടില്ല. അപ്പം ആ സ്ട്രെസ് ലൈഫൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്
come to Wayanad and enjoy the climate, the geographical views of Wayanad, and what to tell, anything, everything you will get it in Wayanad. Okay, so please make a plan to come to Wayanad this Onam vacation. പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുറേ നാളിന് ശേഷം എൻജോയ് ചെയ്ത ഒരു ടൈമാണിത്. റിയലി ഗ്രേറ്റ്. നമ്മളിനിയും മുകളിലേക്ക് കയറി പോകണം. ഇതാ നമ്മൾ അവിടെയാണ് ആ ഇരിക്കാനുള്ള സിറ്റിംഗ് ഏരിയ ഒക്കെ കണ്ട്. അവിടെ നിന്ന് ഇതാ മഴയൊക്കെ ആസ്വദിച്ച് മലകളൊക്കെ കണ്ട് നമ്മളിതാ മുകളിലേക്ക് കയറി പോകുന്നു. ഒരു ഓട്ടോറിക്ഷ പോകുന്നുണ്ട്. അതും വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം പ്രകൃതിക്ക് കോട്ടം തട്ടാതെ ഉള്ള ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ് അവരത് പ്രിഫർ ചെയ്തിരിക്കുന്നത്. റിയലി ഹാറ്റ്സ് ഓഫ്. നമ്മളങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓഹോ എന്ത് പറയണമെന്നറിയാത്ത ഒരു ഫീൽ ഗുഡ്, ഫീൽ ഗ്രേറ്റ്, ഫാൻറ്റാസ്റ്റിക് മൂഡിലാണ് ഉള്ളത്. അത് റൊമാൻറ്റിക് മൂഡാണോ, അതോ ഹാപ്പിനെസ് ആണോ, അതോ റിലാക്സ്ഡ് ആണോ, അത് വേറെ എന്തെങ്കിലും ആണോ ഒന്നും അറിയില്ല. അത് ഗംഭീരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സ്റ്റാറ്റസിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളങ്ങനെ കയറി വന്ന ഒരു അടുത്ത നെക്സ്റ്റ് ലെവലാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്നു, അത് പൂട്ടി. പക്ഷേ ഈ ഓണത്തോടു കൂടി തന്നെ തുറക്കും അവർ പറയുകയുണ്ടായി. അതുപോലെ തന്നെ കരിക്കടക്കമുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുമായിരുന്നു. ഇതും ഒരു ചെറിയൊരു മിൽക്ക് സർബത്തും ലെമൺ സോഡയൊക്കെ കുടിക്കാൻ പറ്റുന്ന കടകളൊക്കെ ഓപ്പൺ ആവും കേട്ടോ. ഇവിടെ പിന്നീട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആർട്ട് ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് ഉണ്ട് ഇവിടെ. അതുപോലെ എക്സിബിഷൻ ഹാളും വെയർ ഹൗസും ട്രൈബൽ മാർക്കറ്റും ഓപ്പൺ എയർ തിയേറ്ററുണ്ട്. ട്രൈബൽ എംപോറിയം, കംഫോർട്ട് സ്റ്റേഷൻ, ട്രൈബൽ കഫറ്റേറിയ ആൻഡ് ചിൽഡ്രൻസ് പാർക്ക്, എവറിത്തിങ് ഇവിടെ സെറ്റാണ്. കയറി വരുമ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലുള്ള കുറച്ച് സ്ട്രക്ചറൊക്കെ കാണാം. ഇത് ശരിക്കും സിമെൻറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു പൈതൃക ഗ്രാമത്തിലാണെങ്കിൽ ഈ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറൊക്കെ വരുന്നത് മണ്ണ് കുഴച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുക. അതിൻ്റെ മിശ്രിതമൊക്കെ ഭയങ്കര രസമാണ്. ഈ പറഞ്ഞ പോലെ സുർക്കിയും ചാണകവും വേപ്പിൻ്റെ ഇലയും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ശർക്കര ഇതൊക്കെ വെച്ചിട്ടാണ് ആ മണ്ണ് കുഴച്ചെടുത്തിട്ട് അവരുണ്ടാക്കുക. അത് കുറേ മെഡിസിനൽ വാല്യൂ ഉള്ള കുറേ സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ അത് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പഴയ ഒരു ശൈലിയും ഒക്കെ കൂടെ ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുളയിലാണ് അതിൻ്റെ ആ ഒരു മുകളിലത്തെ കവർ അവരുണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതൊക്കെ ഇപ്പം ക്ലോസ്ഡ് ആണ്. ഇതൊരു കിച്ചൺ ആണെന്ന് തോന്നുന്നു. ഗാധിക കഫറ്റേറിയ, ഓക്കെ, അതിപ്പം വർക്കിംഗ് അല്ല. നമുക്ക് എന്തായാലും സമയം കളയേണ്ട, മുകളിലേക്ക് പോവാം. നമ്മൾ കാത്തിരുന്ന പൈതൃക ഗ്രാമത്തിൻ്റെ മോഡൽ, ആ വീടിൻ്റെ മോഡൽ അവിടെയാണ്. നേരെ ഇങ്ങോട്ട് പോയിട്ട് വേണം നമുക്ക് പോകാൻ. ഓക്കെ, സോ കയറി പോയിക്കൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ഇവിടെയാണ് ഈ പറയുന്ന ഓപ്പൺ എയർ തിയേറ്ററും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് ഈ ഒരു വ്യൂ കാണിക്കാം. അത് ഇവിടെ നിന്നേ കാണുള്ളൂ. നമ്മുടെ ഈ വരവിൻ്റെ ഈ എന്നൂര് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് പണ്ട് കാലത്ത് ആളുകൾ താമസിച്ചിരുന്ന ആ ഒരു വീടുകളുടെ സ്ട്രക്ചർ. ആ ഒരു മാതൃകയിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അതിനകമൊക്കെ കാണിക്കാം. അതിനു മുമ്പ് ഇങ്ങനെ ഒരു വ്യൂ കണ്ടോളൂ. ഇത് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. നല്ല രസമുണ്ടല്ലേ? ഇതാണ് നമ്മുടെ യാത്രയുടെ ഹൈലൈറ്റ്. അതിൻ്റെ മുകളിലൊക്കെ മലയാണ് കേട്ടോ. അതുപോലെ ആ ചെറിയ താഴ്വാരത്താണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ ക്യാമറ അങ്ങ് കറക്കി കഴിഞ്ഞാൽ താഴെ വരെ നമുക്ക് കാണാം. ദ എൻറ്റയർ വയനാട് വിസിബിൾ ഫ്രം ഹിയർ. പൊളിയല്ലേ? മഴ നനഞ്ഞുകൊണ്ടാട്ടോ ഞാൻ ഈ വ്യൂസ് എടുക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ഒരു ഏരിയ വരുമ്പം അത്യാവശ്യം മഞ്ഞും മഴയൊക്കെ കൊണ്ട് വ്യൂ എടുക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. സോ നമ്മളതിൻ്റെ ടോപ്പിലെത്തി. ഇവിടെയാണ് ട്രൈബൽ മാർക്കറ്റ് ഉള്ളത്. ട്രൈബ്സ് യൂസ് ചെയ്തിരുന്ന പണ്ട് കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഇഞ്ചി, ചുക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാട്ടിൽ നിന്ന് കിട്ടുന്ന ഹണി. അപ്പോൾ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാം, നേരിട്ട് വാങ്ങാം. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതെങ്ങനെയാണ് എടുക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഉപയോഗം, കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ നമ്മളിവിടെ എത്തി. അതിനകത്ത് കയറാൻ പറ്റുമോ നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം. ഞാനിവിടെ കയറി വന്നപ്പോഴേ ആ ചേച്ചി പറഞ്ഞ ആനയെ കണ്ടുവന്ന്. അപ്പോൾ തൊട്ടപ്പുറത്തെ മലയിൽ ആനയുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, കാണാൻ പറ്റുമോ. നമ്മളിത് നിൽക്കുന്ന ഈ ഏരിയയിലല്ലേ, ഈ ഏരിയയിൽ നിന്ന് ഇതാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂമിങ്
ഇത് നോക്കട്ടെ. യെസ്, ഇതാ ഇവിടെ ആനയുണ്ടെന്നാണ് പറഞ്ഞത്. അത് യെസ്, ഇത് കണ്ടോ, ആ നിൽക്കുന്നത് ആനയാട്ടോ. അവൻ സമാധാനമായിട്ട് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചെറിയ അനക്കം നിങ്ങൾക്ക് കാണാം. ഞാൻ ഏറ്റവും മാക്സിമം സൂമിങ്ങിലാണ് ഇത് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാട്ടോ. ഇതാണ് കാട്ടാന. ഓ ഗോഡ്. അത് കുറച്ച് നേരം ഇവിടെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിപ്പോയതാണ് ആൾ. വളരെ സമാധാനമായിട്ട് കഴിക്കുകയാണ്. നമ്മളിപ്പം ഇവിടെയുള്ള ഒരു ട്രൈബൽ മാർക്കറ്റുണ്ട്. അതുപോലെ നമുക്കിവിടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള കുറേ സാധനമുണ്ട്. ഇത് കുടംപുളി എന്ന് പറഞ്ഞ ഐറ്റമാണ്, അറിയാലോ അല്ലേ? കുടംപുളി നമ്മുടെ വളരെ വയനാടിൻ്റെ ലോക്കലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കുടംപുളി. 60 റുപ്പീസാണുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ, ഈ തൈരുമുളക് നമ്മൾ വറുത്ത് കഴിക്കില്ലേ, ആ ഒരു സാധനം. എന്തായാലും കുറച്ച് സംഭവങ്ങൾ ഇവിടെ നിന്ന് എടുക്കണം. പിന്നെ കാടമം, അതായത് നമ്മുടെ ഏലം എന്ന് പറയുന്ന സംഭവം. ഇതാണ് ഏലം. നമ്മളവിടെ കണ്ട ഏലം പച്ചയാണ്. ഇത് ഉണങ്ങിയ ഏല കേട്ടോ. ഇത് കുത്തിയിട്ടാണ് നമ്മൾ ഇടുന്നത് ചായയിലേക്കും, അതുപോലെ നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്നത്. അതുപോലെ ഇതാണ് കാപ്പിപ്പൊടി ഉണ്ടാക്കുന്ന കാപ്പിക്കുരുവിൻ്റെ ആ ഒരു പരിപ്പ്. ഓക്കെ, അത് പ്ലാസ്റ്റിക്കിൽ റിഫ്ലക്ഷൻ അടിച്ച് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത് പരിപ്പ് പോലെ കിട്ടുന്നുണ്ട്. ഇത് പൊടിച്ചിട്ട് വേണം നമ്മൾ കാപ്പി ഉണ്ടാക്കാൻ. കോഫി അല്ല കേട്ടോ, കാപ്പി. അതുപോലെ തന്നെ ഇത് അരിയാണ്. പിന്നെ ഇത് മുളയരിയാണ്. മുളയരിയൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ, വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടില്ല പായസമൊക്കെ. സോ മുളയരി. ദെൻ ഇത് പാവയ്ക്ക, നമുക്ക് വറക്കാൻ ഉണക്കിയ പാവയ്ക്ക വറുത്ത് കഴിക്കണം, ചോറിൻ്റെ കൂടെയൊക്കെ പൊള്ളിയാണ് കേട്ടോ. ഇതെന്താ ഐറ്റം? ഇത് തിന. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇത് അരി ആയിട്ട് ധാന്യങ്ങളാണ് അല്ലേ? ഓക്കെ, തിന എന്ന് പറയുന്ന ഒരു ധാന്യമാണിത്. അതുപോലെ ഇത് ചോളപ്പൊടി. ഓക്കെ, ഇതത് എക്സ്ട്രീമായിട്ട് പൊടിച്ചിരിക്കുന്നതാണ്. മല്ലി. ദെൻ താഴെ ചുക്ക്, നമ്മൾ പറയില്ലേ ഒരു മഞ്ഞളല്ലേ, സോറി, ഉണങ്ങിയ മഞ്ഞളാട്ടോ. ഉണങ്ങിയ നാച്ചുറലായിട്ട് കിട്ടുന്ന ഇവിടുത്തെ മഞ്ഞളാണ്. ഇതൊക്കെ വരുന്നത് 150 രൂപയാണ് ഇതിന്. അതുപോലെ ഇത് മഞ്ഞൾ പൊടിയാക്കി വെച്ചത് മഞ്ഞൾപ്പൊടി. ദെൻ ഗ്രാമ്പൂ, കുന്തിരിക്കം ഞാൻ തപ്പി നടക്കായിരുന്നു. നമ്മുടെ ഇവിടുത്തെ തന്നെയല്ല, വയനാടിൻ്റെ തന്നെയല്ല കുന്തിരിക്കം. ഒക്കെ വയനാടിൻ്റെ ഐറ്റങ്ങളാട്ടോ, പുറമൊന്നും ഇറക്കുമതി ചെയ്ത്. വൈറ്റ് പെപ്പറാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ മല്ലി പോലെ തന്നെ കേട്ടോ. നമ്മൾ കുരുമുളക് കണ്ടിട്ടില്ലേ, ഒരു ഗ്രീൻ ആയിരിക്കും, അത് കഴിഞ്ഞ് ഉണക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ആവും. പക്ഷേ ഇത് വൈറ്റ് പെപ്പറാണ്, വെള്ള കുരുമുളകാണ്. പുൽപ്പള്ളിയൊക്കെ കുരുമുളകിനൊക്കെ പേര് കേട്ട സ്ഥലം കേട്ടോ. വയനാട് നിന്നാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കുരുമുളകൊക്കെ കിട്ടുന്നത്. ഇത് കാട്ടുതേൻ. ഇത് ട്രൈബൽസ് തരുന്നതാണോ അതോ? എല്ലാം ട്രൈബൽസ് തരുന്നതാണ് അല്ലേ? സ്വന്തം ഉൽപ്പന്നമാണ് അവരുടെ. കൂടും. ഓക്കെ. ഓ, കാപ്പിക്കുരുവിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അല്ലേ? ഓക്കെ. പിന്നെ ഇതിൻ്റെ തൊണ്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ അതിലേക്ക് എത്തുന്നത്. തൊണ്ട് പൊളിച്ചാണ് ഇത്. ഓക്കെ. ഓ, അതിൻ്റെ എല്ലാ സ്റ്റേജും ഉണ്ട് കേട്ടോ. നമ്മൾ പച്ച കാപ്പിക്കുരു അത് ഉണക്കിയെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പുറത്ത് തൊണ്ടുണ്ടാവും. ആ തൊണ്ട് കളഞ്ഞാൽ ഇതുപോലെ ഒരു കളറിൽ കിട്ടും. അത് കഴിഞ്ഞാൽ ഇത് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ ബ്രൗൺ കളറിലാണ്. ഇത് പൊടിച്ചതാണ് ഈ ഒരു സംഭവം. ഇതാണ് നമ്മുടെ ശുദ്ധമായ വയനാടൻ കാപ്പി. ഇത് അവിലും നമ്മുടെ തന്നെയാണ് അല്ലേ? ഇവിടുത്തെ നമ്മുടെയാണ്. ഓ, അടിപൊളി. അങ്ങനെ വയനാടിൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ കുറച്ച് ടേസ്റ്റ് കുറവായിരിക്കും, കാരണം അതിനകത്ത് വേറെ എസൻസോ മായങ്ങളോ ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക്, അതായത് ടേസ്റ്റ് കുറവല്ല, നമ്മളിതൊക്കെ കഴിച്ച് നമ്മുടെ വായുടെ രുചിയൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. അപ്പം നല്ല സാധനം കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും തിരിച്ചറിയില്ല. അപ്പോൾ അത് കുറച്ച് നമുക്ക് ആ സ്പൈസിയും ആ ടേസ്റ്റും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. കുറവെന്നല്ല പറയുന്നത്, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പ്യുവറായിട്ട് നാച്ചുറലായിട്ട് വയനാടിൻ്റെ തനിമയിലുള്ള സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഇത് ഇവിടെയുണ്ട്. അതിന് അത്യാവശ്യം ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഓണത്തോടനുബന്ധിച്ച് ഇതിൻ്റെ 3 ഇരട്ടി സാധനങ്ങൾ, വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇവിടെ ഇറങ്ങും. അപ്പോൾ എന്തായാലും അതിനുള്ള സൗകര്യങ്ങളും കൂടെ ഇവിടെയുണ്ട്. പർച്ചേസും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ, വലിയ റേറ്റൊന്നുമല്ല. നിങ്ങൾ എറണാകുളവും കോഴിക്കോടും ഒക്കെ പോയിട്ട് മാളിൽ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും കുറവ് റേറ്റാണ് ഇവിടെ ഉള്ളത്. സോ അത് ഭയങ്കര ഉപകാരം കൂടിയായിരിക്കും, നിങ്ങൾക്ക് ഹെൽത്തിനും കൂടെ ഗുഡായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. നമ്മളങ്ങനെ ട്രൈബൽ മാർക്കറ്റിൻ്റെ ഒരു ഷോപ്പ് കഴിഞ്ഞു. പിന്നെ അടുത്ത ഷോപ്പാണ്. ഇതിന് പേരിട്ടിരിക്കുന്ന കാവ എന്നാണ്. ഓരോ ഷോപ്പിനും ഓരോ പേരുണ്ട് കേട്ടോ.
കാവ എന്നാണ്. ഇവിടെ ശരിക്കും ഈ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിപ്പോൾ അടച്ചിട്ടേക്കാണ്. കാരണം എന്താ വെച്ചാൽ ഈ മഴയത്തൊക്കെ ഇത് ആളില്ലാണ്ട് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും, അതുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു ഷോപ്പ്, ഇതിനൊക്കെ ബിൽഡിംഗ് നമ്പറും മീൻസ് റൂം നമ്പറും പേരും സെപ്പറേറ്റ് പേരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കാപ്പിപ്പൊടി, അങ്ങനത്തെ ചായപ്പൊടി, അങ്ങനത്തെ ഐറ്റംസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് അടച്ചിട്ടേക്കാണ്. പിന്നെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നിന്ന് തന്നെ ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന പാവകളും അതുപോലെ ബാഗും കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ണാടിയിലൂടെ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഷോപ്പ് A6. ഇതിൻ്റെ പേര് വരദ എന്നാണ്. നല്ല രസമുള്ള പേരുകളല്ലേ, നല്ല വയനാടൻ തനിമയുള്ള പേരുകൾ. അപ്പോൾ ഇവിടെയുള്ള സംഭവങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ പെപ്പർ, ഗ്രാമ്പൂ, താളിപ്പൊടിയൊക്കെ നമ്മുടെ ഷാമ്പൂവിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ചിപ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ വയനാട്ടിലുണ്ടാക്കുന്ന ചിപ്സാണ്. ചക്ക ചിപ്സ്, ഇത് കാ ചിപ്സ്, പിന്നെ തൊണ്ടി, പച്ചരി, ചാമയരി, കപ്പപ്പപ്പടം, ഗ്രാമവിള ഐറ്റംസ്, കോഫി പൗഡർ, ഏലക്ക, ചായ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ തേനുണ്ട്. ഹണി വാക്സ് അല്ലേ? ഓക്കെ. ഇത് ഫേസിൽ യൂസ് ചെയ്യുന്ന ഹണി വാക്സ് ആണ്. അതിൻ്റെ ആ ഒരു കൂടില്ലേ, ആ കൂടിന്ന് എടുക്കുന്ന ഒരു സാധനമാണത്. ഇത് ഫേസിൽ യൂസ് ചെയ്യാനാ? ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സാധനം കേട്ടോ. വളരെ നല്ല എഫക്റ്റ്. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്. 200 രൂപയാണ് ഇതിനുള്ളത്, 30 ഗ്രാമിന്. ഓക്കെ. അപ്പം അങ്ങനെ സൗന്ദര്യവർദ്ധക സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. വളരെ നാച്ചുറലായിട്ട് വയനാടിൻ്റെ കേട്ടോ, വേറെ പുറമേ നിന്നുള്ള ബ്രാൻഡൊന്നുമല്ല. ഇതൊക്കെ തേനാണ്. പല ക്വാണ്ടിറ്റിയിലും പല ക്വാളിറ്റിയിലൊക്കെ ആയിട്ടുള്ള ചെറുതേനും വൻതേനും ഒക്കെയാണ് ഈ വെച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി, ചേച്ചി വരാവേ, അടുത്തൊരു ഷോപ്പ്. അതിൻ്റെ പേര് ഇവിടെ കാണുന്നില്ല. ഇതിൻ്റെ പേര് വായിച്ചു കളഞ്ഞോ? ഇവിടെയുള്ളത് കുറേ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആട്ടോ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇതൊക്കെ വയനാട് ഉണ്ടാക്കുന്നതല്ലേ അല്ലേ? ഇതൊക്കെ വയനാട് ഉണ്ടാക്കുന്നത് ആണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. ഓൾമോസ്റ്റ് സാധനങ്ങൾ എല്ലാം ഞാൻ പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് വയനാടിലാണ് ഉണ്ടാക്കുന്നത്. ഇത് തവിയാണ്, നമ്മുടെ ചിരട്ടത്തവിയില്ലേ. ഇത് കോക്കനട്ട്, അതിൻ്റെ ആ ഒരു മോൾ ഭാഗത്തുള്ള ഷെല്ലിൽ നിന്നുണ്ടാക്കുന്ന തവിയാണ്. ഇത് മുളയാണ്, അത് ഒട്ടിച്ച് ചേർത്തുണ്ടാക്കിയിരിക്കുന്ന തവിയാണ് നാച്ചുറലായിട്ട്. ഇതിന് 50 റുപ്പീസാണ് ഇപ്പം ഇതിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചുമരിലൊക്കെ വെക്കുന്ന നല്ല ഭംഗിയുള്ള അലങ്കാരത്തിന് വേണ്ടി വെക്കുന്ന സാധനങ്ങൾ, ഷോക്കേസിൽ വെക്കുന്ന ഷോക്കേസ് പീസ് ഐറ്റംസ്, അത് ഇവിടുത്തെ തന്നെ കേട്ടോ. ഹാൻഡിക്രാഫ്റ്റിൽ വയനാട് തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് മേഖലകളിൽ ഉണ്ടാക്കുന്ന ഐറ്റംസ്. നമ്മൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഐറ്റംസൊക്കെ ഭയങ്കര പെരുമയോടുകൂടി പറയും. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഐറ്റംസാണ്. സോ ഐ ആം റിയലി പ്രൗഡ് ടു ഷോ ഇൻ ഫ്രണ്ട് ഓഫ് യു പീപ്പിൾ. സോ നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ട്, ഇവിടെ വരുന്ന ആളുകൾ ഇതൊക്കെ വാങ്ങിയിട്ട് യൂസ് ചെയ്യണം. അത് നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ പോക്കറ്റിനും ഒക്കെ നല്ലതാണ്. തവി, ഇത് സ്പൂണാണ്. ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടി യൂസ് ചെയ്യില്ലേ, ഇത് ചപ്പാത്തി വരുന്നല്ല. ഇത് എനിക്ക് തോന്നുന്നു ചൂടുള്ള സാധനം വെക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ഐറ്റമാണ്, ഒരു സ്റ്റാൻഡാണ്. പിന്നെ ഇത് സാൻഡലാണ്, സോപ്പാണിത്, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന. കൊള്ളാം, നല്ല മണമുണ്ട് കേട്ടോ. ചന്ദനത്തിൻ്റെ ഫ്ലേവറാണ് ഇത് ആറന്മുള കണ്ണാടി പോലത്തെ ഒരു ഐറ്റം കാണുന്നുണ്ടോ? കണ്ണാടിയിൽ തന്നെ കണ്ണാടിയാണ് ഇത്. ചെറിയ ചന്ദനത്തിരി കുത്തിവെക്കുന്ന സ്റ്റാൻഡ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. കോമ്പ്, വള, ദെൻ സ്പൂണ്. ഇത് നമ്മുടെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്യുപഞ്ചർ മീൻസ് ആ ഒരു സ്റ്റൈലിൽ അവർ യൂസ് ചെയ്യുന്ന, പ്രഷർ പോയിൻറ്റിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. ഫേസിലേക്കൊക്കെ യൂസ് ചെയ്യാം, നെക്ക്, ഫേസ്. ഇതിൻ്റെ വലിയ ഐറ്റമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ബോഡിയിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യും. ഇതും ചെയ്യാം, പക്ഷേ ഇതൊരു ചെറിയ ഐറ്റമാണ്. അപ്പോൾ ഫേസിനൊക്കെ അടിപൊളിയാണ്, ഫേസിന്, കഴുത്തിന് ഒക്കെ. അതുപോലെ തന്നെ നോക്കുമ്പോൾ ഇവിടെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബുദ്ധ ഇരിക്കുന്നു. മുകളിലൊക്കെ പൂവൊക്കെ തൂക്കിയിടാൻ പറ്റുന്നതായിട്ട് കേട്ടോ, ചുമരിലൊക്കെ ഹാങ് ചെയ്തുകൊണ്ട്. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിഠായിയാണ്, നമ്മുടെ വായിൽ കൊതികൂറുന്ന ടൈപ്പ് സാധനങ്ങൾ. ഇത് മാംഗോ ക്യാൻഡി. ഓക്കെ, ഇത് ഇഞ്ചി മിഠായിയാണ്. ഇത് എല്ലാവിടെയും ഒന്നും കിട്ടില്ല. അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് മിഠായികൾ. വയനാടൻ പുളി മിഠായി, ഇത് അടിപൊളിയാട്ടോ. പിന്നെ ഇത് പുളിയാണ്. ദെൻ ലൈക്ക് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന
ലോക്കലായിട്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് ആണ് ഇത് മൊത്തം ഇരിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് ഷോപ്പും ആ ഷോപ്പിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വരികയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഷോപ്പുണ്ട്. ഇതിനകത്ത് ചട്ടികളൊക്കെയാണ്. വീഡിയോ എടുക്കാമല്ലോ അല്ലേ? പല വെറൈറ്റി ഓഫ് ചട്ടികളാണ്. നമ്മൾ ഈ അലൂമിനിയം പാത്രങ്ങളൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇത്തരം നാച്ചുറലായിട്ടുള്ള ഐറ്റംസിലൊക്കെ ഒരു മീൻകറിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെയാണ്. അപ്പച്ചട്ടി, മീൻ ചട്ടി, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ. പിന്നെ ഇത് കണ്ടോ, ഇത് മണ്ണിലുണ്ടാക്കിയിരിക്കുന്ന കപ്പാണ്. രാവിലെ ഒരു കോഫി നമുക്ക് ഈ ഒരു മൺകപ്പിൽ കുടിച്ചാൽ എങ്ങനെ ഉണ്ടാവും അല്ലേ? വെറൈറ്റി അല്ലേ? അതുപോലെ തന്നെ കലം, പല വലുപ്പത്തിലുള്ള കലങ്ങൾ. പിന്നെ വന്നു കഴിയുമ്പോൾ ഇത് പുട്ട്, സ്റ്റീം കേക്ക് ഉണ്ടാക്കില്ലേ, അതിൻ്റെ ഐറ്റമാണ്, അതിൻ്റെ പാത്രമാണ്. നമ്മൾ അലൂമിനിയത്തിലും ഒക്കെയാണ് ഇത് കണ്ടിട്ടില്ല, പക്ഷേ ഇത് വളരെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതിലുണ്ടല്ലോ നമ്മുടെ ചോളത്തിൻ്റെ പൊടിയിട്ടൊരു പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചാണ്ടല്ലോ, പൊള്ളി വൈബായിരിക്കും. പിന്നെ ഏട്ടാ എന്നായിരുന്നു ഉദ്ഘാടനം? ഓക്കെ. അപ്പം നമ്മൾ ചേട്ടാ ഒന്ന് പിടിച്ചേ. ഇതാ ഈ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഇന്നായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്തായാലും ഷോപ്പ് ഒന്നുകൂടെ പുറത്തുനിന്ന് കാണിക്കാം, കാരണം നമുക്കൊരു പ്രിവിലേജ് ആണല്ലോ ഉദ്ഘാടന ദിവസം തന്നെ ഇവിടെ വരാൻ സാധിച്ചു എന്നുള്ളതിൽ. ചേട്ടൻ്റെ പേരെന്താ? മഹേഷ് അല്ലേ? ഓക്കെ. ഇന്നായിരുന്നു ഉദ്ഘാടനം. എന്നിട്ട് കസ്റ്റമറൊക്കെ വന്നു തുടങ്ങിയില്ലേ? വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഓണത്തിന് നല്ല കച്ചവടങ്ങൾ കയറും. ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും ഷോപ്പ് ഉണ്ടായിരുന്നോ? താഴെ. ഓക്കെ. അതൊന്നും ഇപ്പം ഇങ്ങോട്ടേക്ക് ഇതാക്കി. ഇതിപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് ഈ ഐറ്റംസ് എല്ലാം? ഈ മണ്ണിൻ്റെ ഇറക്കുന്നുണ്ട്. എന്നാലും മോസ്റ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഉള്ള സാധനങ്ങൾ വയനാട് ഉണ്ടാക്കുന്നതാണ് അല്ലേ? ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ ഡ്യൂറബിലിറ്റി കിട്ടും, മീൻസ് ലൈഫ് എത്രയുണ്ട് ഇതിൻ്റെയൊക്കെ? ഉപയോഗിക്കും പോലെ ഉണ്ടാവും. ഇത് വേറൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും അടുപ്പില്ല, ഗ്യാസാണ് ഉള്ളത്. ഗ്യാസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഗ്യാസിൽ യൂസ് ചെയ്യാം അല്ലേ? ഓ, അതുപോലെ ഇപ്പം ആളുകളൊക്കെ ഈ അലൂമിനിയം ആണല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ? അലൂമിനിയത്തിൽ നിന്ന് ഈ ചട്ടി ഉപയോഗിക്കുന്നുള്ള ഗുണം എന്താണെന്നുള്ള പോലെ ടേസ്റ്റ് കിട്ടും. അതായത് ആ മണ്ണിന്റെ ആ ഒരു ടേസ്റ്റ് വേറെയാണ് അല്ലേ? അലുമിനിയത്തിൽ എല്ലാരും ഇപ്പൊ മാറി. ഞങ്ങളെ വീട്ടിൽ തന്നെ ചോറ് വെക്കല് വരെ ആ കാലത്തിലാണ്. ഓ, ഇതിലല്ലേ ചോറ് വെക്കുന്നത്? ചോറ് വെക്കുന്ന കാലം കേട്ടോ അത്. ഓക്കെ. അപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും, അതായത് അപ്പം മുതൽ അപ്പം ഉണ്ടാക്കുന്ന ചട്ടി, വറക്കുന്ന ചട്ടി അല്ലേ, കറി ഉണ്ടാക്കുന്ന. ഓ, ഇത് ചീനച്ചട്ടിയാണ് അല്ലേ? ഇത് മണ്ണിന്റെ ചീനച്ചട്ടി കേട്ടോ അത്. ഓക്കെ, സൂപ്പർ. നിങ്ങൾ വരുന്നവരൊന്ന് മൈൻഡിൽ വെച്ചോളൂ. ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും വലിയ വിലയൊന്നുമില്ല, ചെറിയ വിലയേ ഉള്ളൂ. ഞാൻ കണ്ടിടത്തോളം കുഞ്ഞു വിലയേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ ഇനിയുള്ള ലൈഫിലേക്ക് ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക എന്നുള്ളൊരു അപേക്ഷയാണ് ഉള്ളത്. അപ്പം ഇന്ന് ഷോപ്പ് തുടങ്ങി. എല്ലാവിധ ആശംസകളും കേട്ടോ. ആളുകൾ വരട്ടെ, പർച്ചേസ് ചെയ്യട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ശരി ഏട്ടാ, താങ്ക് യു.